അനിൽ കൊടിത്തോട്ടം സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കപ്പെട്ട ആളാണ്. അദ്ദേഹം പച്ച നുണ പറഞ്ഞത് അബദ്ധം പറ്റിയതല്ല, വ്യാഖ്യാനത്തിൽ പെശകാതല്ല, പച്ച നുണ ബോധപൂർവം പറഞ്ഞൊരു പ്രസംഗം കേട്ടാലോ? സമർത്ഥമായി അവതരിപ്പിച്ച് എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ തക്ക വിധം ശാസ്ത്രീയ തെളിവുകളെല്ലാം എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന പച്ച നുണ. യഥാർത്ഥത്തിലുള്ള സ്ഥിതി എന്താണെന്നും ഇത് പച്ച നുണയാണെന്നുള്ളത് ശാസ്ത്രീയമായി തന്നെ ഞാൻ തെളിയിക്കാം. ഒന്ന് കേട്ടു നോക്കാം നമുക്ക്. ഈ പ്രദേശങ്ങളിലൊക്കെ പഠനം നടത്തിയ പുരാവസ്തു ഗവേഷകർക്ക് കിട്ടിയ ചില തെളിവുകളുണ്ട്. അത് നിമ്രോദിനും ഇപ്പോൾ പിറവി കൊണ്ട നിനസിനും അപ്പുറത്തായി ഈ ഇഷ്ടാർ ദേവിക്കുമൊപ്പം ഈ മൂന്നാളുകളും ഒരുമിച്ചിരിക്കുന്ന കരിങ്കൽ ശില്പങ്ങൾ, മറ്റ് വെണ്ണക്കല്ലുകളിൽ തീർത്ത ശില്പങ്ങൾ, സ്വർണത്തിലും വെള്ളിയിലുമൊക്കെ തീർത്ത നിരവധി ശില്പങ്ങൾ അവർക്ക് കിട്ടി. അങ്ങനെ ആ മണ്ഡലങ്ങളിൽ ഇന്നും ഉത്ഖനനം ചെയ്തെടുക്കുന്ന തെളിവുകൾ ഇങ്ങനെ അപ്പനും അമ്മയും കുഞ്ഞുമിരിക്കുന്ന നിരവധി രൂപങ്ങൾ നമുക്ക് മുമ്പിൽ തരുന്നു. അതുകൊണ്ട് ഇങ്ങനെ അപ്പനും അമ്മയും ഒരു കുഞ്ഞുമിരിക്കുന്ന ചിത്രം വാഹനങ്ങളിലോ പൊതുവഴി ഓരത്തോ നമ്മൾ സഞ്ചരിക്കുന്ന വീടുകളിലോ എവിടെങ്കിലും കണ്ടാൽ അപ്പോഴേ അറിഞ്ഞിരിക്കണം, അവൻ ഔസേപ്പല്ല, അത് മറിയയുമല്ല, അത് ഉണ്ണിയേശുവല്ല, അയാൾ ബാബിലോന്യ ബാൽദേവനാണ്. ഈ കുട്ടി നിനസ് ആണ്, ജാരസന്തതിയാണ് അവളുടെ. ഇവൾ സെമിറാമിസ് ആണ്. ഒരിക്കലായി അറിയാതെ നമ്മളിൽ ചിലർ അവളെ വണങ്ങിയെങ്കിൽ. ഇദ്ദേഹം പറഞ്ഞ പച്ച നുണ ഇതാണ്. ഉണ്ണിയേശുവിൻ്റെ സ്ഥാനത്ത് ഇവിടെ വണങ്ങപ്പെടുന്നു എന്ന് അദ്ദേഹം ആരോപിക്കുന്ന നിനസ് എന്ന ദേവനുമായി ബന്ധപ്പെട്ട യാതൊരു രീതിയിലുള്ള ചിത്രങ്ങളോ ശില്പങ്ങളോ ഒന്നും ചരിത്രപരമായി ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല. നിമ്രോദ് ഭാര്യ ഇഷ്താർ എന്ന സെമിറാമിസ് ദേവിയും പുത്രനായ നിനസ് എന്നീ മൂവരും ഒന്നിച്ചുള്ള ചിത്രമോ ശില്പമോ ലഭ്യമാണോ? എങ്കിൽ എവിടെ നിന്ന് ലഭ്യമായി? അപ്പോൾ കിട്ടിയ റിസൾട്ട് ഇതാണ്. നിങ്ങൾ അന്വേഷിക്കുന്നത് നിമ്രോദ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇഷ്താർ ബ്രാക്കറ്റിലെ സെമിറാമിസ്, പുത്രനായ നിനസ് എന്നിവരെ ഒരുമിച്ച് ചിത്രീകരിക്കുന്ന ഒരു പുരാതന ചിത്രമോ ശില്പമോ ആണെങ്കിൽ അങ്ങനെ ഒരു ചരിത്രപരമായ തെളിവും നിലവിൽ ലഭ്യമല്ല. മതപരമായ വ്യാഖ്യാനങ്ങൾ, ഈ മൂന്ന് പേരുകളും നിമ്രോദ്, സെമിറാമിസ്, നിനസ്, തമ്മൂസ് ഒരുമിച്ചുള്ള സങ്കല്പം പലപ്പോഴും ക്രിസ്ത്യാനിറ്റിയുടെ പശ്ചാത്തലത്തിൽ പിൽക്കാലത്തുണ്ടായ മാതൃപുത്ര ആരാധന എന്ന സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ പ്രചരിക്കുന്നത്. കാര്യം മനസ്സിലായില്ലേ? ക്രിസ്ത്യാനിറ്റി ആക്ഷേപിക്കാൻ ഇതിങ്ങനെ പടച്ചുണ്ടാക്കിയതാണ് എന്നല്ലാതെ ഇങ്ങനെ മൂന്ന് പേര് ചേർന്നുള്ള ചിത്രം പോലും യഥാർത്ഥത്തിൽ എങ്ങും ഇല്ല എന്നുള്ളത്. ഈ സിദ്ധാന്തം അനുസരിച്ച് സെമിറാമിസ് സ്വർഗരാജ്ഞിയായും നിനസ് പുനരുത്ഥാനന്റെ ദൈവപുത്രനായും ചിത്രീകരിക്കപ്പെടുന്നു. ഈ ദുഷ്ടന്മാർ ചിത്രീകരിക്കുന്നതാണ്. ചുരുക്കത്തിൽ നിമ്രോദ്, സെമിറാമിസ്, നിനസ് എന്നിവർ ഒരുമിച്ചുള്ള പുരാതന ശില്പങ്ങളോ ചിത്രങ്ങളോ ചരിത്രപരമോ പുരാവസ്തുപരമായ തെളിവുകളായി ലഭ്യമല്ല. ഇവരെ ഒരുമിച്ച് കാണിക്കുന്ന ചിത്രീകരണങ്ങൾ ഉണ്ടെങ്കിൽ അത് പിൽക്കാലത്തെ കലാകാരന്മാർ, പ്രത്യേകിച്ച് 16-ാം നൂറ്റാണ്ടിന് ശേഷമുള്ളവർ വരച്ചത്.